പ്രലോഭനങ്ങൾക്കും വഴങ്ങില്ല എന്ന് പറയുന്നത് അർത്ഥഗർഭമാണ് എന്ന് നമ്മൾ കാണണം. ഒരു പ്രലോഭനത്തിനും വഴങ്ങിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, ദേവസ്വം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു പ്രലോഭനങ്ങൾക്കും ജി സുധാകരൻ വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി ബ്രാഞ്ചിൽ പ്രവർത്തിക്കുകയാണ്. ആലോചിക്കുക, ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സുധാകരൻ 5 വർഷമായിട്ട് ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെയിട്ട് കെട്ടിയിട്ട് ചവിട്ടുകയാണ് ഈ ക്രൂരന്മാരുടെ നേതൃത്വം. അതെല്ലാം സഹിച്ച് 5 വർഷം ഇരുന്നു. അവസാനം എന്തെങ്കിലും പരിഗണന നൽകും, പരിഗണന കൊടുക്കില്ലെന്നാണ് പറയാൻ, പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ സുധാകരൻ്റെ ഈ പാർട്ടിയോടുള്ള വിടചൊല്ലൽ ഒരു വാട്ടർ ഷെഡാണ് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇത് CPM-ൻ്റെ അവസാനത്തിൻ്റെ ആരംഭം എന്നാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ അർത്ഥം, അവസാനത്തിൻ്റെ ആരംഭം. എന്നാൽ ഇത് വേറെ ചിലതിൻ്റെ തുടക്കമായി കൂടായികയില്ല. ഇതിവിടെ അവസാനിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജി സുധാകരനെ പോലെ 46 വർഷക്കാലം ത്യാഗോജ്വലമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച സുധാകരൻ ഇന്ന് പാർട്ടിയോട് വിട ചൊല്ലുകയാണെങ്കിൽ അതൊരുപക്ഷെ ഒരു പുതിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരിക്കില്ല എന്ന് ആർക്കും പറയാൻ കഴിയും സുഹൃത്തുക്കളെ.